إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുവാനും അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുവാനും സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം റബ്ബുൽ ഇസ്സത്തിനെ സന്തോഷപൂർവ്വം കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ പരിശ്രമിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. സ്വർഗം ലക്ഷ്യം വെക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വളരെ പ്രധാനമാണ് നിർബന്ധവും ഐച്ഛികവുമായ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുക എന്നത്. അതുകൊണ്ട് തന്നെ പുണ്യകർമ്മങ്ങളിൽ അത് നിർവഹിക്കുന്നതിൽ ആലസ്യഭാവം കാണിക്കാനല്ല, മറിച്ച് അവയിൽ ധൃതിപ്പെട്ട് മുന്നേറാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളായ നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത്. അതാണ് പരിശുദ്ധ ഖുർആനിൽ ഞാൻ അവസാനം ഓതിയ ആയത്താണ്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് ധൃതി കൂട്ടി നിങ്ങൾ വരികയും ചെയ്യുവിൻ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അതിന്റെ വിസ്താരം, അതിന്റെ വിശാലത ആകാശങ്ങളും ഭൂമിയും അതുൾപ്പെടുന്നതിനേക്കാളും വലുതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ധൃതിപ്പെട്ട് സൽക്കർമ്മങ്ങളിൽ നിരതരാകാൻ പറയുകയാണ്. നമുക്കറിയാം, ഫർളായിട്ടുള്ള നിർബന്ധമായിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ പരമാവധി ചെയ്യുന്നവരാണ്. അത് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഈ ഖുത്ബ കേൾക്കുന്നുണ്ടെങ്കിൽ അവരാദ്യം മുന്നോട്ട് വരേണ്ടത് ആ കാര്യത്തിലാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, പുണ്യകർമ്മങ്ങളിൽ അതിപ്രധാനമാണ് സുന്നത്തായ കാര്യങ്ങൾ. ആ സുന്നത്തായ കാര്യങ്ങളിൽ വിശിഷ്യ നമ്മളെല്ലാവരുടെയും ശ്രദ്ധ വരേണ്ട ഒന്നാണ് സുന്നത്ത് നോമ്പുകൾ. അതാണ് നമ്മുടെ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സുന്നത്ത് നോമ്പുകൾ നിർവഹിക്കുന്ന ആളുകൾക്ക് ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
ഫർദ് നോമ്പുകളിൽ അതീവ ജാഗ്രതയും ഫർദിന്റെ കാര്യങ്ങളിൽ അതീവ സൂക്ഷ്മതയും കാണിക്കുന്ന മിക്കവാറും ആളുകൾ സുന്നത്തിന്റെ കാര്യത്തിൽ, നമ്മൾ ഇന്നത്തെ വിഷയം നോമ്പായിട്ട് നിങ്ങൾ പരിഗണിക്കുക, നോമ്പിന്റെ കാര്യത്തിൽ പലപ്പോഴും നമ്മളൊക്കെയും അശ്രദ്ധരാണ് എന്നതാണ് കാരണം. വിചാരിക്കും ചെയ്യാൻ സാധിക്കുന്നില്ല, ചെയ്യും പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല. നോമ്പ് നോൽക്കാനുള്ള അത്താഴങ്ങളൊക്കെ കഴിച്ചിട്ട് രാവിലെ വീണ്ടും പഴയതുപോലെ ഭക്ഷണവും കഴിച്ചിട്ട് കൂടിപ്പോവുക. അങ്ങനെയൊക്കെയുള്ള കുറെ പ്രതിസന്ധികളിലൂടെ പോകുന്ന ആളുകളുണ്ട്. ഒരു പരിധിവരെ ആളുകൾ ഈ സുന്നത്ത് നോമ്പുകൾ അത്ര പരിഗണിക്കാറില്ല. ബാക്കിയുള്ള സുന്നത്തുകളൊക്കെ നിഷേധിക്കുന്ന പോലെ തന്നെ ആ സുന്നത്ത് നോമ്പിനെയും എന്ത് നോൽക്കാനാണ്, നോറ്റാക്കൂലി, നോറ്റിട്ടില്ലെങ്കിൽ പ്രശ്നമില്ലല്ലോ എന്നിടത്തേക്ക് ഒതുക്കിയിട്ട് പലപ്പോഴും നമ്മളൊക്കെയും പലരും സുന്നത്ത് നോമ്പുകളെ അവഗണിക്കാറുണ്ട്. സഹോദരങ്ങളെ, ഒരിക്കലും ഒരു വിശ്വാസിക്ക് കരണീയമായതല്ല അത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് എന്ന പുണ്യകർമ്മം റബ്ബും തന്റെ ദാസനുമിടയിലുള്ള ഒരു രഹസ്യ ഇടപാടായിട്ടാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ബാക്കിയുള്ള ഇബാദത്തുകൾക്കും അതുപോലെ തന്നെ കർമ്മങ്ങൾക്കുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നിശ്ചയിച്ചിട്ടുണ്ട്. 1 മുതൽ 700 വരെയൊക്കെ പല കാര്യത്തിനും അല്ലാഹു പ്രതിഫലം നിശ്ചയിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ നോമ്പ് എന്ന കാര്യം നമുക്കറിയാം, നമസ്കരിക്കുന്ന ആളെ അയാൾ നമസ്കരിക്കുന്ന ആളാണ് എന്ന് നമ്മൾ പറയാറുള്ളത് എങ്ങനെയാണ്? അയാൾ പള്ളിയിൽ പോകുന്നത് കാണുന്നു, നമസ്കരിക്കുന്നത് കാണുന്നു, എപ്പോഴും അയാൾ പള്ളിയിൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വരാറുണ്ട്. ഇതൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ. അതുപോലെ സക്കാത്ത് കൊടുക്കുന്ന ആളെ, ഉംറക്ക് പോകുന്ന ആളെയൊക്കെ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. എന്നാൽ ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അതിന്റെ വാസ്തവം എത്രയാണെന്ന് നമുക്കറിയില്ല. ഒരു ക്ഷീണിതനായ ഒരാളെ അയാൾ നോമ്പിലായിരിക്കുമെന്ന് വിചാരിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നോമ്പ് അതെനിക്കുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ പറയുന്നു, ബാക്കി എല്ലാ ഇബാദത്തും അല്ലാഹുക്കുള്ളതെന്നാണ്, അല്ലാഹ്ക്ക് തന്നെയാണ് വേണ്ടത്. പക്ഷേ നോമ്പിന്റെ കാര്യത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കെന്താ? നോമ്പ് അത് അല്ലാഹ്ക്കുള്ളതാണ്. കാരണം അതിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിശ്ചയിക്കുക. കാരണം ഓരോരുത്തരും നോമ്പ് നോൽക്കുന്നതിൽ അവൻ എന്തൊക്കെയാണ് ത്യജിക്കുന്നത് എന്ന് അവന്റെ റബ്ബിന് മാത്രമാണ് അറിയുകയും. എല്ലാവരുടെ നോമ്പും ഒരുപോലെയല്ല. ഭക്ഷണങ്ങൾ മാത്രമല്ല, പലർക്കും പലതുണ്ടാകും. നോമ്പ് മുറിക്കാൻ സാധ്യതയുള്ള പല സാഹചര്യങ്ങളിലൂടെയും ജീവിക്കുന്ന ആളുകളാണ്. എല്ലാവർക്കും ഒരേ സാഹചര്യങ്ങളല്ല. അതിനെയെല്ലാം വകഞ്ഞു മാറ്റി തട്ടി മാറ്റി എല്ലാറ്റിനും ഒരു തിരുത്തു കൊടുത്ത് മഗ്രിബിന്റെ ബാങ്കുലി വരെ അവന്റെ ഹൃദയ വിശുദ്ധിയിൽ ഒരു വ്രതം അനുഷ്ഠിക്കുമ്പോഴാണ് അവന്റെ പ്രതിഫലം പൂർത്തിയാകുന്നത്. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെയാണ് സുന്നത്ത് നോമ്പുകൾ. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക, സുന്നത്ത് നോമ്പുകൾ എന്തിനാണ്? സുന്നത്ത് നോമ്പുകൾ തീർച്ചയായിട്ടും നോറ്റ ആളുകൾക്കറിയാം. നോറ്റ ദിവസത്തെക്കുറിച്ച് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമ്മതിക്കാൻ സാധിക്കും. സുന്നത്ത് നോമ്പുകൾ നമുക്ക് തരുന്നത് എന്താണെന്ന് വെച്ചാൽ ആത്മീയവും മാനസികവുമായ ഒരു വിശുദ്ധി നമുക്കത് തരും. ആത്മീയമായ ഒരു വിശുദ്ധി, മാനസികമായ ഒരു വിശുദ്ധി നോമ്പ് തരുമെന്നാണ്. അതുപോലെ തന്നെയാണ് മാത്രവുമല്ല പ്രിയപ്പെട്ടവരെ, സുന്നത്ത് നോമ്പുകൾ മുഖേന നമ്മുടെ മനസ്സ് കൂടുതൽ കരുണയും കനിവും നിറഞ്ഞതായിട്ട് മാറുകയും ചെയ്യും. ഉറപ്പാണ് ആ കാര്യം. കരുണയും കനിവുമുള്ള ഒരു മനസ്സിന്റെ ഉടമയാകാൻ സുന്നത്ത് നോമ്പുകൾ നമ്മളെ സഹായിക്കുമെന്നാണ്. അതോടൊപ്പം ഐച്ഛികമായ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുക, അവനോട് ഇഷ്ടത്തോടെ അവന്റെ വിധേയത്വത്തിൽ ജീവിക്കാനുള്ള താല്പര്യങ്ങൾ വരിക, ഇതൊക്കെയും സുന്നത്ത് നോമ്പിൽ പെട്ടതാണ്. സുന്നത്ത് നോമ്പ് നോക്കുന്ന ഒരു മനുഷ്യന് ബാക്കി ഫർളിന്റെ കാര്യത്തിൽ അയാൾ അതീവ ജാഗ്രതയിൽ ആയിരിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. ഇനിയോ ഇത് തരുന്ന നന്മകൾ എന്തൊക്കെയെന്നറിയോ? ഒന്ന്, തിന്മകളിൽ നിന്നും ദുർനടപ്പുകളിൽ നിന്നും നോമ്പ് മനുഷ്യനെ കാത്തുരക്ഷിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ. അസ്വിയാമു ജുന്ന മിനൻ നാരി കജന്നത്തുൻ അഹദികും മിനൽ ഖിതാൽ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പ് നരകത്തിൽ നിന്നുള്ള ഒരു പരിചയാകുന്നു. യുദ്ധത്തിൽ നിങ്ങളിൽ ഒരാൾ ഉപയോഗിക്കുന്ന പരിച പോലെ നോമ്പ് നരകത്തിൽ നിന്നുള്ള ഒരു പരിചയാകുന്നു. രണ്ടാമത്തെ പ്രത്യേകത, നാളെ പരലോകത്ത് ശുപാർശയുമായി കടന്നു വരുന്ന മഹത്തായ ഒരു സൽക്കർമ്മമാണ് നോമ്പും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പും ഖുർആനും ഒരു ദാസന് വേണ്ടി അന്ത്യനാളിൽ ശുപാർശ ചെയ്യുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അസ്സിയാമു വൽ ഖുർആൻ യശ്ഫഅാനി ലിൽ അബ്ദ് യഖൂലു സിയാം. എന്നിട്ട് നോമ്പ് പറയും, അയ്യോ റബ്ബ്,
ഇന്നി മനഅതുഹു അത്'ആം വശഹവാതി ബിന്നഹാർ. അതുകൊണ്ട് തന്നെ ഫശഫ്ഫിഅനി ഫീഹി, നോമ്പ് പറയത്രേ എന്റെ റബ്ബേ, അവൻ അവന്റെ ഭക്ഷണവും ഇച്ഛകളും എനിക്ക് വേണ്ടി പകലുകളിൽ തടഞ്ഞു വെച്ചു, അതിനാൽ അവന്റെ കാര്യത്തിൽ നീ ശുപാർശക്ക് എനിക്ക് അനുമതി തരണേ എന്ന് നോമ്പ് പറയുമത്രേ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുപോലെ തന്നെ നിർണയിക്കാനാകാത്ത പ്രതിഫലമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഓരോരോ സൽക്കർമ്മങ്ങൾക്കും 10 മുതൽ 70 ഇരട്ടി വരെ സൽക്കർമ്മങ്ങൾ പ്രഖ്യാപിച്ചപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പൊഴികെ, നോമ്പ് അതെനിക്കുള്ളതാണ്, അതിന്റെ പ്രതിഫലം ഞാനാണ് നിശ്ചയിക്കുക എന്ന് പറഞ്ഞതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നു. അതുമാത്രവുമല്ല, അബീ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, മാ മിൻ ആബിദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹി അസ്സ വജൽ ഇല്ലാ ബഅദല്ലാഹു അസ്സ വജൽ ബിദാലിക അൽ-യൗമ വജഹു അനിന്നാർ 70 ഖരീഫ. 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്നൊരു നോമ്പ് നോറ്റാൽ അകലാമെന്നാണ് ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. എത്ര ദൂരം? 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അകൽച്ചു കിട്ടുമത്ര പ്രിയപ്പെട്ടവരെ നമുക്ക്. അതാണ് നോമ്പിന്റെ പ്രത്യേകത. ഇനി നോമ്പുകൾക്ക് ഇങ്ങനെയൊക്കെ പ്രത്യേകത നമ്മൾ പഠിച്ചു. ഇനി പ്രധാനമായും സുന്നത്ത് നോമ്പുകൾ, അത് നമ്മളെല്ലാവരും പഠിക്കേണ്ടതാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ ഇന്നത്തെ ഖുതുബയോടുകൂടി നമ്മൾ ഈ കാര്യങ്ങളൊന്ന് ഗൗരവത്തിൽ, എന്തുകൊണ്ട് നമുക്ക് പറ്റില്ല, എന്തുകൊണ്ട് നമുക്കത് തുടങ്ങിക്കൂടെ, എന്താ അതിന്റെ കുഴപ്പം, നല്ലതല്ലേ, ഉപകാരമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്നത്തെ അവസ്ഥയിൽ, ശാരീരികമായ അവസ്ഥയിൽ പോലും നോമ്പ് ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്കിയാൽ എന്ത് രസമാണ്, എന്തൊരു സൗരഭ്യമാണ്. അതുകൊണ്ട് നമുക്ക് തീരുമാനമെടുക്കാൻ സാധിക്കണം. ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തിങ്കളും വ്യാഴവുമുള്ള നോമ്പിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, തിങ്കളാഴ്ച നോമ്പിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീഹി വുലിത്തു വഫീഹി ഉൻസില അലൈഹി, അന്നാണ് ഞാൻ ജനിച്ചത്. എന്താണ് തിങ്കളുടെ പ്രത്യേകത ചോദിച്ചപ്പോൾ, അന്നാണ് ഞാൻ ജനിച്ചത്, എനിക്ക് ദിവ്യമോദനം നൽകപ്പെട്ടതും അന്നാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകിയതാണ്. അബൂ ഹുറൈറയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും മനുഷ്യരുടെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടും. എല്ലാ തിങ്കളും എല്ലാ വ്യാഴവും അന്ന് അവന്റെ മുമ്പിൽ സൽക്കർമ്മങ്ങൾ സമർപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ നോമ്പുകാരനായിരിക്കെ എന്റെ കർമ്മങ്ങൾ സമർപ്പിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നോമ്പുകാരനായിക്കൊണ്ട് നമ്മുടെ 5 വക്ത് നമസ്കാരങ്ങൾ, നമ്മുടെ റവാത്തിബ് സുന്നത്തുകൾ, നമ്മുടെ ഖുർആൻ പാരായണങ്ങൾ, നമ്മുടെ അദ്കാറുകൾ, നമ്മുടെ ആളുകളെ സഹായിച്ച കാര്യങ്ങൾ, സക്കാത്തും സ്വതക്കയും സത്യം പറയലും നന്മ പറഞ്ഞു കൊടുക്കലും ഒക്കെയും ഒരു നോമ്പുകാരനായിക്കൊണ്ടാണ് ഈ അടിമ ചെയ്തത് എന്ന് വന്നാൽ പ്രിയപ്പെട്ടവരെ, അതിന്റെ പ്രതിഫലം എത്രയാണ് ആലോചിച്ച് നോക്കുക നിങ്ങൾ. അതിന്റെ ഒരു പരിശുദ്ധി എത്രയാണ്, അത്രയും സൂക്ഷ്മതയിലേക്ക് അയാൾ ചെയ്യുക. കാരണം എന്താ, ഇത് നോമ്പിനെ ബാധിക്കും. ഇതിൽ എന്തെങ്കിലും ഒരു കളവ്, ഒരു നോമ്പുകാരൻ ഒരു കളവ് പറഞ്ഞൊരു കച്ചവടം ചെയ്താൽ അവന്റെ നോമ്പിന്റെ പ്രതിഫലം പോയി പ്രിയപ്പെട്ടവരെ. നോമ്പുകാരൻ അന്യായമായ ഒരു വാക്ക് അവന്റെ നാവ് കൊണ്ട് ഉദ്ധരിച്ചാൽ അവന്റെ നോമ്പ് പോയി. അതുകൊണ്ട് തന്നെ അവൻ ഹറാമായിട്ട് വല്ലതും സ്വീകരിച്ചാൽ, അപ്പോൾ ഒരു നോമ്പുകാരൻ അതീവ ജാഗ്രതയുള്ളവനായിരിക്കും. മോശമായത് കേൾക്കരുത്, കേട്ട എന്റെ നോമ്പിനെ ബാധിക്കും, കാണരുത് എന്റെ നോമ്പിനെ ബാധിക്കും, പറയരുത് എന്റെ നോമ്പിനെ ബാധിക്കും, ചിന്തിക്കരുത്, ഇന്നിടത്തേക്ക് പോകരുത് അതെന്റെ നോമ്പിനെ ബാധിക്കും, എന്റെ പരിശുദ്ധിയെ ബാധിക്കും എന്നിടത്തേക്ക് അയാൾക്ക് ചിന്തിക്കാൻ സാധിക്കും. ഇതാണ് ഒന്നാമതായി. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്താൽ നിങ്ങൾക്കറിയോ, ആരോഗ്യമുള്ള കുറേ ആൾക്കാർ ആരോഗ്യമില്ലാതെ കിടക്കുകയാണ്. കൃത്യമായി സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ച ആളുകൾ നോക്കാൻ കഴിയാതെ കിടക്കുകയാണ്. അവസ്ഥയാണത്. നിങ്ങൾക്കറിയോ, നോമ്പ് നോൽക്കാൻ കഴിയാത്ത, നോമ്പ് തുറക്കാൻ കഴിയാത്ത അവസ്ഥ വരെ അള്ളാഹു നമുക്ക് തന്നെ പരീക്ഷിച്ചേക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വെള്ളം കുടിക്കാതെ കൊല്ലങ്ങൾ ജീവിക്കുക, 10 ml 20 ml ഒരു ദിവസം കുടിക്കാൻ നിർദ്ദേശിക്കപ്പെടുക. എന്നിട്ട് വീട്ടുകാരും പിന്നെ ഹോസ്പിറ്റലിലുള്ള അധികാരികളും നാട്ടുകാരും കാണാതെ മദ്യമൊക്കെ കുടിക്കുന്നത് പോലെ കട്ട് കുടിക്കുന്ന അവസ്ഥ ഉണ്ടാവുക. പല കിഡ്നി പേഷ്യൻസുകളും അവരുടെ ജീവിതത്തിൽ പറയാണ്, ബാത്റൂമിൽ പോയി താളറിയാതെ കുടിക്കുകയാണ്. കാരണം എന്താ, കുടിക്കാൻ പാടില്ലേ. നിനക്കുള്ള അവസ്ഥകള് നമ്മളെ കൂടെയുള്ള ആളുകൾ കാണിച്ചു കൂട്ടുമ്പോൾ, അവരെ പരീക്ഷിക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആരോഗ്യമുള്ള സമയത്ത് വ്രതമനുഷ്ഠിക്കുക, തിങ്കളും വ്യാഴവും നമ്മൾ പരിശ്രമിക്കുക, നമ്മൾ അതിന് തയ്യാറാവുക. ബാക്കി സിറ്റുവേഷനാണ്. അങ്ങനെ നിർബന്ധമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. നമ്മൾ ഉദ്ദേശിച്ചാൽ നമുക്ക് ഏറ്റവും വേഗത്തിൽ സ്വായത്തമാക്കാൻ പറ്റിയ 2
ദിവസങ്ങളാണ്, 2 കർമ്മങ്ങളാണ് തിങ്കളിലെയും വ്യാഴത്തിലെയും നോമ്പുകൾ. അള്ളാഹു അത് നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊന്ന് അയ്യാമുൽ ബീദാണ്. ഓരോ മാസത്തിലെയും 13, 14, 15 ദിവസങ്ങളിലെ നോമ്പ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെയും പ്രാധാന്യത്തെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. അബൂ ഹുറൈറയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ എന്റെ ആത്മസുഹൃത്ത് എന്നോട് 3 കാര്യങ്ങൾ ഉപദേശിച്ചു. അദ്ദേഹം പറയാണ്, ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഞാൻ അത് ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? ഓരോ മാസത്തിലും 3 വ്രതം അനുഷ്ഠിക്കുക. 13, 14, 15. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? ളുഹ നമസ്കരിക്കുക. ളുഹറിന്റെയും ഫജറിന്റെ ഉദയത്തിന്റെയും ശേഷമുള്ള സമയത്തുള്ള ളുഹ നമസ്കാരം. 3 വിത്തറോടുകൂടി ഉറങ്ങുക. അതായത് ഒന്നുകിൽ ഉറങ്ങി എഴുന്നേറ്റിട്ട് വിത്ത് നിസ്കരിക്കുക. ഇനി അത് നഷ്ടപ്പെടുമോ, ഉറങ്ങിപ്പോകുമോ എന്ന് പേടിയുള്ള ഒരു ഇശാ കഴിഞ്ഞിട്ട് വിത്ത് നമസ്കരിച്ചിട്ട് ഉറങ്ങും. ഇത് 3 പ്രിയപ്പെട്ടവരെ ഗംഭീര പ്രതിഫലം നൽകുന്ന, സ്ഥിരമായി നിർവഹിച്ചാൽ അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷനാണ് അയാൾക്ക്. മാത്രവുമല്ല, അത്രയും ഒരു പരമ പരിശുദ്ധി നമ്മുടെ മനസ്സിൽ കിട്ടുന്ന ഒരു ആമലില്ലാണ്. അതുകൊണ്ട് ഈ സുന്നത്ത് നോമ്പ്, 3 ദിവസത്തെ നോമ്പ്, രാത്രിയിലെ ഈ വിത്ർ നമസ്കരിച്ചിട്ടുള്ള ഉറക്കം, അതേപോലെ തന്നെ ളുഹാ നമസ്കാരം, പകലിന്റെ ളുഹാ നമസ്കാരം 2 റക്അത്തോ 4 റക്അത്തോ 6 റക്അത്തോ 8 റക്അത്ത് വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. നിങ്ങൾ രാവിലെ സുബഹിയൊക്കെ കഴിഞ്ഞ് കുളിച്ചു മാറ്റി ഓഫീസിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്തായാലും കുളിക്കും, ബാത്റൂമിൽ ഉണ്ടെങ്കിൽ ആ സമയത്തൊന്ന് വുദൂ ചെയ്ത് ഒരു 2 റക്അത്ത് ളുഹാ നിയ്യത്ത് വെച്ച് നിസ്കരിച്ചിട്ട് നിങ്ങൾ പോയിക്കൊള്ളി. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അത് നിർവഹിക്കാനുള്ള കരുത്തും മനസ്സൊക്കെ നമുക്ക് അള്ളാഹു നൽകുമാറാവട്ടെ. ഒരു പ്രയാസമില്ല പ്രിയപ്പെട്ടവരെ. പള്ളി പോണോ? വേണ്ട, പള്ളി ആവശ്യമില്ല. നിങ്ങൾ ഉള്ളത് എവിടെയാണോ അവിടെ നിസ്കരിച്ചാൽ മതി. അത്ര എളുപ്പമാണ്. അതുകൊണ്ട് കിട്ടുന്ന ഗുണം ഇനി ആർക്കെങ്കിലും എല്ലാം നിസ്കരിക്കില്ല, ഒട്ടും വേണമെന്ന് വിചാരിച്ചു 8 നിസ്കരിച്ചോളി, 6 നിസ്കരിച്ചോളി, 4 നിസ്കരിച്ചോളി. അതിന്റെ സുജൂദുകൾ നിങ്ങൾ സമയമുണ്ടോ ദീർഘിപ്പിച്ചോളി. നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം അള്ളാഹുവോട് പറഞ്ഞോളൂ. സുജൂദിന്റെ ദൈർഘ്യത്തിൽ ചോദിക്കാനുള്ളത് ചോദിച്ചോളൂ. നിങ്ങളുടെ സ്ഥാപനത്തിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അല്ലാഹുവേ, ഇന്നത്തെ കച്ചവടം ഏറ്റവും ഹലാലായ രൂപത്തിൽ എനിക്ക് ഒരുക്കിത്തരണേ. അല്ലാഹുവേ, ദുഃഖകരമായ ഒരു സാഹചര്യവും എന്റെ സ്ഥാപനത്തിൽ കാണരുതേ. എന്റെ മക്കളെയും കുടുംബത്തെയും നീ കാവലിൽ നിന്ന് സംരക്ഷിക്കണേ എന്നൊക്കെ 2 റക്അത്തില് നിങ്ങൾ പറഞ്ഞിട്ട് പോയി. എന്താ പ്രിയപ്പെട്ടവരെ അതിന്റെ ഒരു ഐശ്വര്യം, എന്തൊരു പ്രതീക്ഷ! ആരെ ഇത് ഏൽപ്പിക്കുന്നത്? റഹ്മാനായ റബ്ബിനെയാണ്. അത് ഏൽപ്പിച്ചിട്ട് പോകാൻ ആ നമസ്കാരം കൊണ്ട് നിങ്ങൾക്ക് സാധ്യമാകും. നമ്മൾ പരിശ്രമിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, കുല്ലു ശഹ്റിൻ സിയാമുത് ദഹർ. ഓരോ മാസത്തിലും 3 ദിവസം വ്രതമനുഷ്ഠിക്കുന്നത് വർഷം മുഴുവനും വ്രതമനുഷ്ഠിക്കുന്നതിന് തുല്യമാണ്. ഏതാ ഓഫർ? 365 ദിവസത്തിൽ 3 ദിവസം വെച്ച് 12 മാസം 36 നോമ്പ് നോറ്റാൽ ഒരു വർഷം നോമ്പോറ്റ പ്രതിഫലം. ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടിയത്? എന്താ നമുക്ക് ഇനി അള്ളാഹു തരേണ്ടത്? അതുകൊണ്ട് അത് ശ്രമിക്കുക. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ, സഹായിക്കട്ടെ. മറ്റൊന്ന് ശവ്വാലിലെ 6 നോമ്പാണ്. നമുക്കറിയാം, പരിശുദ്ധ റമദാൻ കഴിഞ്ഞിട്ട് ശവ്വാൽ മാസത്തിൽ അടുപ്പിച്ചോ അതല്ലെങ്കിൽ ശവ്വാൽ പൂർത്തിയാകുന്നതിന് നമ്മളത് പറഞ്ഞതാണ് ഖുതുബയിൽ. ആ 6 നോമ്പുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ റമദാൻ നോമ്പ് അനുഷ്ഠിക്കുകയും അതേ തുടർന്ന് ശവ്വാലിൽ 6 ദിവസം നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്താൽ വർഷം മുഴുവൻ നോമ്പ് അനുഷ്ഠിച്ചതിന് തുല്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഒരു കാര്യം. മറ്റൊന്ന് അറഫ നോമ്പാണ്. നമുക്കറിയാം, കഴിഞ്ഞ മാസം നമ്മളൊക്കെ നോറ്റ അല്ലേ? യൗമ അറഫയിൽ സത്യവിശ്വാസികൾ എന്ത് ചെയ്യണം? യൗമ അറഫയിൽ എത്തിക്കഴിഞ്ഞാൽ ആ 9ാമത്തെ ദുൽഹജ്ജ് 10ന്റെ പെരുന്നാളിന്റെ തലേ ദിവസം, അതാണ് യൗമ അറഫ, അന്ന് നോക്കുന്ന നോമ്പ്. അതിന്റെ പ്രതിഫലം പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മറ്റൊന്നെന്താണ്? മുഹറം. അതാണ് നമ്മുടെ കാതല ഇന്നത്തെ സബ്ജക്റ്റിന്റെ അടിസ്ഥാനം. നമുക്കറിയാം, മുഹറം ഇന്ന് ആരംഭിച്ചു അല്ലേ? മുഹറം 9നും 10നുമുള്ള നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അബൂ ഖതാദയിൽ നിന്ന് ഉദ്ധരിക്കുന്നു, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആശൂറ ദിവസത്തിലെ വ്രതത്തെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, അത് കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപത്തെ പൊറുപ്പിക്കുന്നതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കയ്യിലെ ഒരു വർഷത്തെ പാപം പൊറുക്കാൻ പ്രിയപ്പെട്ടവരെ ഈ മുഹറം 9ലെയും 10ലെയും നോമ്പ് നമ്മളെ സഹായിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയാം, ഈ മുഹറം എന്ന് പറഞ്ഞാൽ ഒരു ഹിജ്റ വർഷം അല്ലെ? അറബിയിലെ ഒരു ഹിജ്റ വർഷം ആരംഭിക്കുകയാണ്.
ഹിജർ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കി എന്നാണ് അർത്ഥം. ഹിജറ പോവുക എന്ന് പറഞ്ഞാൽ തന്റെ ദീനിന്റെ സംരക്ഷണാർത്ഥം നാടൊഴിവാക്കി മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യുന്നതിനാണ് ഹിജ്റ എന്ന് പറയാറുള്ളത്, അല്ലേ സഹോദരങ്ങളെ? ഹിജ്റ വർഷം കണക്കാക്കി ഓരോ ചരിത്രങ്ങളായിരുന്നു ഹിജ്റ വർഷത്തെ കണക്കാക്കിയിരുന്നത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് നിങ്ങൾക്കറിയുമോ, ഈ ഹിജ്റ വർഷം കണക്കാക്കുന്ന സമ്പ്രദായം അദ്ദേഹത്തിന്റെ കാലത്താണ് ആരംഭിച്ചത്. ഓരോ സംഭവത്തെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതിന്റെ ഡേറ്റ് നിശ്ചയിച്ചിരുന്നത് എന്നാണ് ചരിത്രങ്ങൾ നോക്കുമ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് അന്നത്തെ ആ ഒരു സിലബസിലായിരുന്നു. അറബ് നാട് ഓരോ ദിവസത്തെയും മാർക്ക് ചെയ്തിരുന്നതും ഓരോ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നതും അടയാളപ്പെടുത്തിയിരുന്നതും ആ രൂപത്തിലായിരുന്നു. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടറായിരുന്നില്ല അന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന് വളരെ അനുഗ്രഹമായി ആ ഹിജ്റയെ അവർ എന്ത് ചെയ്തു, അവരതിനെ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ പിന്നെ ഹിജ്റ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, ഹിജ്റയൊക്കെ അക്കാലത്തുള്ളത് കഴിഞ്ഞല്ലോ, ഹിജ്റ അവസാനിച്ചിട്ടില്ല. മക്കയിൽ നിന്ന് ഇനി ഹിജ്റ ഇല്ല എന്നേ ഉള്ളൂ, ബാക്കിയുള്ള ഹിജ്റകളുണ്ട്. ഹിജ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന, കേരളത്തിൽ ജീവിക്കുന്ന നമ്മളുടെ ഹിജ്റ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നത് ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനമൊക്കെ ഓർമ്മയുണ്ടല്ലോ. പ്രബോധനം ആദ്യത്തിൽ രഹസ്യമായിരുന്നു. കാരണം സെറ്റപ്പുകളില്ല, ധൈര്യമുള്ളവരില്ല, വമ്പിച്ച പരാക്രമണങ്ങൾ നടന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അക്ഷരാർത്ഥത്തിൽ അവർ ബുദ്ധിമുട്ടിച്ചു. നീ ഇങ്ങനൊരു ആശയം പറഞ്ഞത് മോശമായി, അതുകൊണ്ട് തന്നെ പ്രവാചകനെ വ്യക്തിപരമായി പരിഹസിക്കാനും അപഹസിക്കാനും എന്തൊക്കെയാണോ വിളിക്കാനുള്ളത് അതൊക്കെയും വിളിക്കാനും നാട് കടത്താനും കല്ലെറിയാനും വരെ വിചാരിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മയും ഉമ്മയുടെ കുടുംബക്കാരുമുള്ള ത്വായിഫിലേക്ക് പ്രതീക്ഷയോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. ഓർമ്മയില്ലേ അവിടെ നിന്ന് എന്താ ഉണ്ടായത്? തന്റെ ഉമ്മയും തന്റെ ഉമ്മാന്റെ കുടുംബക്കാരും തന്നെ ആട്ടിപ്പായിപ്പിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും വിചാരിച്ചിരുന്നില്ല പ്രിയപ്പെട്ടവരെ. പക്ഷെ അവിടെയും അല്ലാഹുവിന്റെ റസൂലിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസമുണ്ടായി, ആകെ ബുദ്ധിമുട്ടായി. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത്. ഉമർ ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബദ്ധ ശത്രുക്കളിൽ പ്രധാനിയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ്. ഒക്കാള ചന്തയിലെ പോക്കിരിയായിരുന്നു എന്നൊക്കെയാണ് ചരിത്രം ഉമറിനെ പരിചയപ്പെടുത്തിയിരുന്നത്. അനങ്ങിയാൽ വാളെടുക്കുക, അതായിരുന്നു അദ്ദേഹത്തിന്റെ പോളിസി. അങ്ങനത്തെ ഉമറിനെ കൊണ്ടോ അബൂജഹലിനെ കൊണ്ടോ റബ്ബേ ഈ സംഘത്തെ ശക്തിപ്പെടുത്തുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയുടെ ഫലമായി ഉമർ ഇസ്ലാം സ്വീകരിച്ചു. അന്ന് എല്ലാവർക്കും ആവേശമായി. അങ്ങനെ പരസ്യ പ്രബോധനം അനുവദിച്ചു. അവിടുന്ന് അങ്ങോട്ടാണ് പ്രിയപ്പെട്ടവരെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും അനുഭവിച്ച പ്രയാസങ്ങൾ നിരവധി നമ്മൾ കേട്ടതാണ്. എന്തൊക്കെ പ്രതിസന്ധികളാണ് അല്ലേ? ഓരോരുത്തരും വേദനിപ്പിക്കുന്ന ആക്രമിക്കുന്ന അവസ്ഥകളുണ്ടായി. ഓരോ കുടുംബക്കാരും അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങൾക്ക് സഹായം എത്തൂലേ എന്ന് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടായി. ഓരോ കുടുംബത്തെയും ശരിക്ക് വേട്ടയാടുന്ന, നിങ്ങൾക്ക് ഓർമ്മയില്ലേ സുമയ്യ റളിയല്ലാഹു അൻഹയെയും അതേപോലെ തന്നെ അവരുടെ മകൻ അമ്മാറിനെയും അവരുടെ ഭർത്താവ് യാസറിനെയും ഒക്കെ ഏത് തരത്തിലാണ്? യാസറിനെ ഒരു കാലൊരൊട്ടകപ്പുറത്തും മറ്റേ കാല് മറ്റൊരൊട്ടകപ്പുറത്തും കെട്ടിയിട്ട് ഒട്ടകത്തെ രണ്ട് ദിശയിലേക്ക് അടിച്ചോടിച്ച് ചിഹ്ന ഭിന്നമാക്കി കളഞ്ഞു യാസറിനെ. ആ യാസറിന്റെ പ്രിയപ്പെട്ട ഭാര്യ വയസ്സത്തിയായ സുമയ്യ ബീവിയെ തന്റെ ഗുഹ്യഭാഗത്ത് കുന്തം വഴിപ്പിച്ച് കയറ്റി കൊന്നുകളഞ്ഞു. അമ്മാറിനെ പ്രിയപ്പെട്ട മോനെ അമ്മാറിനെ പലതവണയായി വെള്ളത്തിൽ മുക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിൽ നിന്ന് തടയാൻ ലാത്തയെ വിളിക്കട ഉസ്സയെ വിളിക്കട എന്ന് പറഞ്ഞു വെള്ളത്തിൽ മുക്കി ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ ശ്രമിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പ്രശ്നങ്ങൾ. യാസർ കുടുംബമേ, നിങ്ങൾക്ക് സ്വർഗമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു പറയാൻ മാത്രം അതീവ ഗുരുതരമായ ത്യാഗങ്ങൾ, അതീവ ഗുരുതരമായ പ്രശ്നങ്ങൾ ആ കുടുംബത്തിനേറ്റ ചരിത്രം നമ്മൾ വായിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിശ്വസിച്ചതിന്റെ പേരിൽ പ്രിയപ്പെട്ടവരെ അവർക്കുണ്ടായ കഥനകഥകൾ നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പീഡനങ്ങളുടെ തുടർച്ച കൊണ്ട് കഴിയാതെ അവസാനം അതൊക്കെയായിരുന്നു ഹിജ്റയിലേക്ക് എത്തിച്ച ചരിത്രം. ആദ്യം അബ്സീനിയയിലേക്ക് ഹിജ്റ പോകാൻ ചിലർക്ക് അനുവാദം നൽകി. അനിസ്ലാമിക രാജ്യം, അതായത് ക്രൈസ്തവനായ ഒരു രാജാവായിരുന്നു അവിടെ ഭരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അബൂ സുഫിയാനും കൂട്ടരും അവിടെ എത്തിയ ചരിത്രം വല്ലാത്തൊരു ചരിത്രമാണ്. അവിടെയാണ് ആദ്യത്തെ ഹിജ്റക്കുള്ള ഒരുക്കമുണ്ടാകുന്നത്. പിന്നീടാണ് മദീനയിലേക്കുള്ള ഹിജ്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അതിലേക്ക് പോയിട്ടില്ല. ഹജ്ജിന് വരുമ്പോൾ പ്രബോധനം നടത്തും, അവരുമായി ഹിജ്റക്ക് ധാരണയാകും.
അങ്ങനെ ഹിജ്റയുടെ ആലോചനകളും മറ്റുമൊക്കെ നടന്നത് മുഹറത്തിലാണ്. റബീഉൽ അവ്വലിലാണ് ആ യാത്ര നടന്നത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഹിജ്റ കൊതിച്ചതല്ല. ഹിജ്റ കൊതിച്ച് ജീവിക്കുക, ഹിജ്റ പോവാം എന്നും പറഞ്ഞ് നടന്നവരല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം ഗതികേട് കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ ആദ്യം അയച്ചു നാടുകളെത്തി. എന്താ? ഇസ്ലാമികമായ അന്തരീക്ഷത്തിൽ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പണയം വെച്ച് സ്വന്തം ജനിച്ച നാട്ടിൽ നിന്ന് ആ നാട് വിട്ടു പോകുന്നു. ആ പോകുന്ന അവസ്ഥയുണ്ടായി. മക്കയോട് റസൂൽ പറഞ്ഞില്ലേ, മക്കേ, എന്റെ പ്രിയപ്പെട്ട മക്ക, ഞാൻ ഈ മക്ക വിട്ടു പോകേണ്ടവനല്ല. പക്ഷെ എന്താണ് എന്റെ പ്രശ്നങ്ങൾ, എന്റെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ മക്കയെ നിന്നെ വിട്ടു പോകാൻ അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേദനാജനകമായ ആ വചനങ്ങൾ, വരികൾ പ്രിയപ്പെട്ടവരെ കണ്ണു നനയാതെ നമുക്ക് വായിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയത് എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അബിസീനിയയിലേക്ക് ഹിജ്റ പോയവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവിടെ നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കും എന്നതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പിച്ചു കൊടുത്തത്. നമ്മളൊക്കെയോ എത്ര അനുഗ്രഹീതരാ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ എത്ര അനുഗ്രഹീതരാൻ. ഇസ്ലാമിക രാജ്യമല്ലാതിരുന്നിട്ട് പോലും മുസ്ലിമായി ജീവിക്കാനും ഇസ്ലാമികമായ പ്രബോധനം നടത്താനും ഭരണഘടനയിൽ അവകാശമുള്ള ആളുകളാണ് നമ്മൾ. പറയുമായിരിക്കും, ഉസ്താദേ അതൊക്കെ പോയി. ഒന്നും പോയിട്ടില്ല, ഒന്നും പോകൂല പ്രിയപ്പെട്ടവരെ. നമ്മളെ പരീക്ഷിക്കുന്നതാ. ചിലതൊക്കെ നമ്മളെ തിരിച്ചറിയാനാണ്. ഏതേത് വിഷയങ്ങൾ വരുമ്പം ആരൊക്കെ അതിര് കടന്നതിൽ നിന്ന് രക്ഷപ്പെടുന്നുവോ, ആരൊക്കെ ഇസ്ലാമിക ആദർശം പണയം വെച്ച് മറ്റൊന്റെ പേരും കൂടുന്നുവോ, ആരൊക്കെയാണ് ഇസ്ലാമിന്റെ തിന്നും കുടിച്ചും ജീവിച്ചു വലുതായിട്ട് അവസാനം എക്സിറ്റായിട്ട് ഇസ്ലാമിന്റെ നിയമ സംഹിതകളെ അവനെ ചെറുപ്പത്തിൽ പഠിപ്പിച്ച അലിഫും ബാവും പഠിപ്പിച്ച ഈ ആദർശ ഗോപുരങ്ങൾക്കെതിരെ അതേ വാചകങ്ങൾ ഉപയോഗിച്ച് ആരൊക്കെ തിരിയും എന്ന് പരിശോധിക്കാനാണ്, ആരൊക്കെ അവരോടൊപ്പം കൂടും എന്നും കൂടി നോക്കാനാണ്. ഓരോരോ നിയമ സംവിധാനങ്ങളോ നിയമ തിരുത്തലുകളോ വന്നാലും മുസ്ലിമേ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് പരിശോധിക്കാനാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ലൈഫിൽ കടന്നു വരുന്നത് എന്ന മിനിമം തിരിച്ചറിവ് നമുക്കുണ്ടായാൽ നമ്മൾ അവിടെയും എന്തുണ്ടാക്കും? പിടിച്ചു നിൽക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവിടെയും നമ്മൾ പിടിച്ചു നിൽക്കും. കാരണം എന്താ? നമ്മുടെ സിറ്റുവേഷൻ ഒക്കെയാണ്. ഇങ്ങനെ കുത്തുബ പറയാൻ, മലയാളത്തിൽ കുത്തുബ പറയാൻ, ഇങ്ങനെ പ്രബോധനം നടത്താൻ, ആളുകൾക്ക് നോട്ടീസ് കൊടുക്കാൻ, പ്രിയപ്പെട്ടവരെ, അറബ് രാജ്യങ്ങളിൽ പോലും കഴിയാത്ത രാജ്യങ്ങളില്ലേ? അവിടെയൊക്കെയും നമ്മൾക്ക് ഇങ്ങനെ സിറ്റുവേഷൻ തന്നിട്ടില്ലേനോ എന്ന് പരലോകത്ത് ചോദിച്ചാൽ എന്താ നിങ്ങൾ പറയുക? ഞങ്ങൾ ഇങ്ങനെ ഒരു ഹൈന്ദവൻ ഭരിക്കുന്ന നാട്ടിലിരുന്ന് പഠിച്ചോനെന്ന് ചോദിക്കാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ന്യായീകരിക്കാൻ പറ്റുമോ? പറ്റില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇനി എന്താ വേണ്ടത്? ആ ഒരു സംവിധാനം നിലനിൽക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ട്? പറച്ചോനെ, എന്തൊരു സുഖാണ് 10-40 കൊല്ലം ദീനിയായി ജീവിക്കാൻ, പ്രബോധനം നടത്താൻ, പള്ളിയിൽ പോകാൻ, നമസ്കരിക്കാൻ. അപ്പോഴിപ്പോഴൊക്കെ എന്തും നടന്നോട്ടെ, നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? നമുക്കത് സിറ്റുവേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. പടച്ചോനെ അത് നിലനിർത്തണേ എന്ന് പ്രിയപ്പെട്ടവരെ എന്നും പ്രാർത്ഥിക്കുക. എന്നും പ്രാർത്ഥനയിൽ അത് വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധിയോടുകൂടി ഈ നാട്ടിൽ ജീവിക്കാൻ, ദീന പ്രബോധനം നടത്താൻ, ഇബാദത്തുകൾ ചെയ്യാൻ, നമ്മുടെ മക്കളെ മദ്രസയിൽ പഠിപ്പിക്കാൻ, ഖുർആൻ പഠിക്കാനായി ഒരുമിച്ചിരിക്കാൻ ഈ സാഹചര്യം ഇല്ലാതായാൽ എന്താ അവസ്ഥ? ഇതൊക്കെ ഉണ്ടായിട്ടുള്ള അവസ്ഥ എന്താ? എല്ലാം പൊടിഞ്ഞു തീരുകയാണ്. ദീന് തീരെ ഇല്ലാതാവുകയാണ്. കുടുംബത്തിലും സമൂഹത്തിലും ആർക്കില്ല. പഴയ നരബാധിച്ച ചില്ലറ ആളുകൾക്ക് പണ്ടത്തെ ദീനിന്റെ സൗരഭ്യമുണ്ടെങ്കിലും പുതുതലമുറകൾക്ക് അതില്ലാത്ത അവസ്ഥ വരണം. ഉള്ളവരുണ്ട്, ഇല്ലാന്നല്ല, അത് വളരെ തുച്ഛമായി മാറുകയാണ്. അല്ലേ? വളരെ അല്ലേ? വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല. നിങ്ങളൊരൽപ്പമല്ലാതെ അവരെന്നെ ഓർക്കുന്നു പോലുമില്ല എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ചില്ലറ ആളുകൾ ചില്ലറ സമയത്ത് ഓർക്കുന്ന ഒന്നായി നമ്മുടെ റബ്ബും നമ്മുടെ ആദർശവും മാറുന്ന ദുരന്തപൂരിതമായൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക എല്ലാവരും. ആ പ്രാർത്ഥന ആകാശം മുട്ടെ, ആ പ്രാർത്ഥന നിങ്ങൾ നിർവഹിക്കുവിൻ. നമുക്കിതുപോലെ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ആ ദുആകളിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. നമ്മുടെ ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മൾ നിൽക്കുക, ഇബാദത്തുകൾ ചെയ്യുക. ഇനിയും പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹിജ്റ നൽകുന്ന പാഠങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് അള്ളാന്റെ സഹായം കിട്ടുമെന്നുള്ള വിശ്വാസം. പലർക്കും ഇല്ലാത്തൊരു സാധനം. പലരും അവസാനം എത്തുന്നതാണ് അള്ളാന്റെ അടുക്കലേക്ക്. അല്ലേ? തന്റെ മദ്രോഹിയായ ശത്രു അല്ലെങ്കിൽ തന്റെ ഏതെങ്കിലും ഒരു സുഹൃത്ത് തന്നെ ആക്രമിച്ചാൽ കോടതിയിലേക്ക് ഓടുന്നവരാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേസ് ആദ്യം പോകുന്നത് അള്ളാന്റെ കോടതിയിലേക്കാണ്. അള്ളാന്റെ കോടതിയിലേക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെടുത്താൽ കൃത്യമായ
വ്യക്തമായി സ്പഷ്ടമായി സത്യസന്ധമായി ഈ കിട്ടേണ്ട ശിക്ഷ അവന് കിട്ടും. അതല്ലാത്തവൻ ഏൽപ്പിച്ചാലോ അർഹതയില്ലാത്ത പാപങ്ങൾ അവന്റെ പേരിൽ പറഞ്ഞു പരത്തേണ്ടി വരും. നമ്മൾ അവനെ കുടുക്കാൻ കള്ളക്കേസ് കൊടുക്കേണ്ടി വരും, ഈ പറഞ്ഞ പണങ്ങൾ നൽകേണ്ടി വരും, ഈ ഒളിവിലൂടെ പൈസ നൽകേണ്ടി വരും, പല പണിയെടുക്കേണ്ടി വരും, കള്ളസാക്ഷികളെ കൊണ്ടേണ്ടി വരും. അതുകൊണ്ട് ഏതൊരു വിഷയത്തിലും അള്ളാഹു സഹായിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം അത് ഈ ഹിജ്റയുടെ കാര്യത്തിൽ നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഇനിയോ തിരഞ്ഞു വരുന്നവരുടെ വഴിതിരിച്ചു വിടുന്ന സഹായിയായി മാറി എന്തായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിക്കാൻ വന്ന ഈ സന്ദർഭങ്ങളിലെല്ലാം ഓരോ ടിസ്റ്റുകളാണ്. ആലോചിക്കേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ അദ്ദേഹത്തെ ആക്രമിക്കാൻ വന്ന ഘട്ടങ്ങളിലൊക്കെ നടന്ന അഭൂതപൂർവമായ അത്ഭുതങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടാകും. ഗുഹയുടെ മുകളിൽ വരുന്നവരുടെ കണ്ണുകൾ വെട്ടിച്ച് അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ സിദ്ദീഖിനെയും അള്ളാഹു കാത്തത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? സൗറിന്റെ പർവ്വതത്തിൽ, സൗറിന്റെ ഗുഹയിൽ അല്ലേ, ഓർമ്മയില്ലേ? അവരുടെ കാലുകൾ ഇങ്ങനെ കാണാം, സൗർ ഗുഹയിൽ പോയാൽ കാണാൻ പറ്റും, ഇങ്ങനെ നിൽക്കുകയാണ്. അവരുടെ കാലുകൾ ആര് കാണുന്നുണ്ട്? അബൂബക്കർ സിദ്ദീഖ് കാണുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നുണ്ട്. പ്രവാചകൻ അവർ നമ്മളെ പഠിക്കും, അവർ നമ്മളെ കൊല്ലും റസൂലെ, എന്താ ചെയ്യുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിലും എന്താ പറഞ്ഞത്? അബൂബക്കറെ, അല്ലാഹുവിന്റെ കൂടെ അല്ലാഹു നമ്മളെ സഹായിക്കും അബൂബക്കറെ എന്ന് പറഞ്ഞ് അങ്ങനെ വിശ്വാസി പ്രതീക്ഷയുള്ളവനായി ജീവിക്കണമെന്നുള്ള മഹത്തായ ഒരു പാഠം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ആ ചരിത്രത്തിലൂടെ പഠിപ്പിച്ചു തന്നു. ഇനിയോ പ്രതീക്ഷ, അത് ഒരു വിശ്വാസിയുടെ അടയാളമാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു ഘട്ടം മാറും, ഈ ഒരു പ്രതിസന്ധി ഇൻഷാ അല്ലാഹ് അത് പോകും, ഇപ്പോഴുള്ള ഒരു പ്രശ്നങ്ങൾ തീരും എന്നൊരു പ്രതീക്ഷ പോലും ആളുകൾക്കില്ല എന്നുള്ളതാണ്. പ്രതിസന്ധികൾ അനുഭവിക്കാന്ന് മാത്രമല്ല, അത് പറഞ്ഞ് മറ്റുള്ളവരെയും കൂടി ഭയപ്പെടുത്തുന്ന തിരക്കിലാണ് നമ്മളെല്ലാവരും. എല്ലാം ശരിയാവുള്ളൂ എന്ന് ആരെങ്കിലും പറയാറുണ്ടോ സ്വന്തം ഭാര്യനോട്? ഇല്ല. പ്രതിസന്ധി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു, ഇങ്ങനെ ആയിരിക്കും, ഇനിയുള്ള കാലത്ത് അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ പറഞ്ഞു വരുമെന്താ? ആത്മീയമായ പരിശുദ്ധിക്ക് വേണ്ടിയല്ല, ഭൗതികമായ സാഹചര്യത്തിന്റെ ഒരു കുടിസത അവരോട് പറഞ്ഞ് അവരെ ഭയപ്പെടുത്തുക ചെയ്യാം. അള്ളാഹനെ പറ്റിയുള്ള ഒരു പ്രതീക്ഷ അവർക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുക്കാറുണ്ടോ? ആരും അതിലേക്കൊന്നും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. ഇനിയോ ആയുധെടുക്കാൻ പ്രേരിപ്പിച്ച ഒരു കൂട്ടർ ആയുധെടുക്കണം, ഒരുങ്ങണം, ശരിയാക്കണം. എന്താ ഇത്? എന്താ ഉദ്ദേശിക്കുന്നത്? എവിടെ എത്തുന്ന വിചാരിക്കുന്നത്? ഇതൊന്നും പ്രിയപ്പെട്ടവരെ അതൊന്നും അല്ല അതിന്റെ പരിഹാരം, മറിച്ച് അള്ളാഹുവിനുള്ള പ്രതീക്ഷയാണ്. അതുകൊണ്ടാണ് യാസിർ കുടുംബത്തിന് കിട്ടിയതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ എന്താ പറയാ പരമോന്നത സ്വർഗം നൽകുന്നിടത്തേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഒരു ചില്ലറ ത്യാഗം വന്നാലെന്താ എന്നിടത്തേക്ക് നമ്മൾ ഒതുങ്ങുമ്പോൾ ഏത് പ്രതിസന്ധിയും കൈകാര്യം ചെയ്യാനുള്ള കരുത്ത് സത്യവിശ്വാസികളായ സഹോദരിമാരെ, സഹോദരങ്ങളെ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലെ ആ വചനത്തെയാണ് ലാ തഹ്സൻ, ഭയപ്പെടണ്ട, ഇന്നല്ലാഹ മഅന, അള്ളാഹ് നമ്മളെപ്പുറമുണ്ട്. അത് പറയാൻ നമുക്ക് കഴിയപ്പോഴാണെന്നറിയോ? അള്ളാഹ് പറഞ്ഞതുപോലെ അള്ളാഹനെ തിരിച്ചറിയുകയും അള്ളാഹനെ ആരാധിക്കുകയും അള്ളാഹുവിന് നിർവഹിക്കേണ്ടത് നിർവഹിക്കുകയും അള്ളാഹുവിന് ചെയ്തത് അവന് വേണ്ടി തന്നെയാണ് ചെയ്തത് എന്ന ഉറച്ച ബോധ്യമുള്ളവന് ലാ തഹ്സൻ, പേടിക്കണ്ട, ഇന്നല്ലാഹ മഅന, അള്ളാഹ് നമ്മളെപ്പുറമുണ്ടാകും ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ കഴിയും. നേരെ മറിച്ച് ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താ? ആരോഗ്യമുള്ള കാലത്ത് അള്ളാഹനെ പറ്റി ആലോചിക്കാതെ, അള്ളാന്റെ പള്ളിയിലേക്ക് വരാതെ, അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാതെ, അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ ജീവിച്ചവൻ കുടുങ്ങുമ്പോ അവൻ ആരുണ്ടെന്ന് വിചാരിക്കുക? അള്ളാഹ് കൈവിടും. അവൻ ആ പ്രതിസന്ധി കൊണ്ടാണ് തന്നെ ചിലപ്പോൾ ഈ പ്രശ്നത്തിലായിരിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അള്ളാഹു നമ്മളുടെ കൂടെയുണ്ട് എന്ന ആ ഒരു മഹത്തരമായ ബോധ്യം നമുക്കുണ്ടാകണം. മറ്റൊന്നെന്താണെന്നറിയോ? ഹിജ്റയുടെ കാര്യം പശ്ചാത്തലത്തിൽ കൂടിയാലോചനകൾ, ഷൂറകൾ, ഇത് ഇസ്ലാം പഠിപ്പിക്കുന്നതിന്റെ പാഠമായിട്ട് എന്താണ്? ഏത് ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് വരുന്നവരുമായിട്ട് നിരവധി കൂടിയാലോചനകൾ, മദീനത്തേക്ക് പുറപ്പെടുമ്പോഴും മക്കയിലേക്ക് അവർ വന്നപ്പോഴും നിരവധി യുദ്ധങ്ങളിൽ, അതുപോലെ തന്നെ സന്ധികളിൽ ഒക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ മഹത്തരമായ മാന്യമായ രൂപത്തിലുള്ള ഇടപെടലുകൾ നടത്തി, കൂടിയാലോചനകൾ നടത്തിയ ചരിത്രത്തിൽ കാണാം. അതുമാത്രവുമല്ല, എപ്പോഴാണ് യാത്ര പോവുക, ആരൊക്കെയാണ്, ആരാണ് അമീർ, എവിടുന്നാണ് നിങ്ങൾ പുറപ്പെടേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ പോകേണ്ടത്, ഒക്കെയും കൃത്യമായ ഒരു പ്ലാനിങ്, ആസൂത്രണം, ഒരു കൂടിയാലോചനയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായ ഒരു മാർഗം നമുക്ക് കാണിച്ചു തന്നു. അതുമാത്രവുമല്ല, ഇസ്ലാം ആ കൂടിയാലോചനയ്ക്ക് പ്രിയപ്പെട്ടവരെ ഭയങ്കരമായ പ്രതിഫലവും പ്രാധാന്യവും നൽകുന്നുണ്ട് എന്ന കാര്യമാണ്.
അത് ഏത് യുദ്ധത്തിൽ? അവിടെ ഖന്തക്ക് യുദ്ധം നടക്കുന്ന സമയത്ത് ഈ കിടങ്ങ് കുഴിക്കാനുള്ള നിർദ്ദേശം വന്നത് ആരാ? ഒരു ശൂറയുടെ അടിസ്ഥാനത്തിലാണ്. ഐഡിയ വരുന്നത് സഹാബികളെ വായിന്ന. എന്താ ചെയ്യുക നമ്മൾ എന്ന് ചോദിച്ചപ്പോ സഹാബാക്കളാണ് അല്ലെ, മിഖ്ദാദിനെ പോലെയുള്ള അതേപോലെ തന്നെ ചില പ്രഗത്ഭരായ സഹാബാക്കളുടെ ഐഡിയോളജിയിലായിരുന്നു ഖന്തക്ക് യുദ്ധം നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ ഒരുങ്ങിയതും റെഡിയായതും. അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ ആയിഷ ബീവിക്കെതിരെ അപവാദം പ്രചരിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായില്ല. അതിനൊരു അനിശ്ചിതത്വം അവിടെ വന്ന സമയത്ത് റസൂൽ എന്താ ചെയ്തെന്നറിയോ? ആയിഷ ബീവിയുടെ അലിയാർ തങ്ങളുടെ അടുക്കലേക്ക് പോയിട്ട് ഈ ആയിഷ ബീവിയുടെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ഒരു കൂടിയാലോചന നടത്തി. എങ്ങനെയാണ് ഇതിനെ നമ്മൾ കൈകാര്യം ചെയ്യുക എന്ന ഒരു കൂടിയാലോചന. അതുപോലെ തന്നെ ആരാകണം അടുത്ത ഭരണാധികാരി എന്നതിന് പോലും ഒരു വിങ് രൂപീകരിക്കുന്നു. അതുപോലെ തന്നെ പ്രഗത്ഭരായ പ്രമുഖരായ സഹാബികളുടെ ഒരു ജൂറിയാണ് 4 ഖലീഫമാരെ പോലും തെരഞ്ഞെടുത്തത്. ആരെങ്കിലും കയറി പറ്റിയതോ ആരെങ്കിലും അതിന്റെ ഇടയിൽ കയറി അങ്ങ് ആയതോ അല്ല പ്രിയപ്പെട്ടവരെ. അർഹരായ ആളുകളെ തെരഞ്ഞെടുക്കാൻ അള്ളാന്റെ റസൂലിന്റെ ശിക്ഷണം ലഭിച്ച, പ്രവാചകൻ ചേർത്തു പിടിച്ച ഒരു സഹാബ വൃന്ദം, ഒരു ജൂറി, അവരായിരുന്നു തെരഞ്ഞെടുത്തിരുന്നത്. അത്ര വരെ ആലോചന. നിങ്ങൾക്കറിയുമോ, പിന്നെ അള്ളാന്റെ ഖുർആനിൽ സൂറത്ത് ബഖറയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്ഭുതമാണ്. എന്താ? മനുഷ്യരെ സൃഷ്ടിക്കുന്ന സമയത്ത് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ഒരു അഭിപ്രായം ചോദിക്കുന്നുണ്ട്. ഞാനിങ്ങനെ മനുഷ്യനെ, ഒരു ഖലീഫയെ ഭൂമിയിലേക്ക് ഇങ്ങനെ ഇതാക്കാൻ, എന്താ പറയാ, സൃഷ്ടിക്കാൻ ആലോചിക്കുന്ന എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു. ആരോട് ചോദിക്കുന്നത്? അള്ളാഹ് മലക്കുകളോട് ചോദിക്കുക. അള്ളാഹ് മലക്കുകളോട് ചോദിക്കുക. മലക്കുകൾ പറഞ്ഞത് കുഴപ്പമുണ്ടാക്കൂലേ അവര്? അപ്പൊ അള്ളാഹ് എന്താ പറഞ്ഞോ? ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. അവരെ പറഞ്ഞു മനസ്സിലാക്കി തിരുത്തി കൊടുത്തു. എന്നിട്ടാ മനുഷ്യരെ പറക്കുന്നത്. നിങ്ങൾ ആലോചിക്കി, അള്ളാഹ് പോലെ ഒരു അഭിപ്രായം, ഒരു ചർച്ച ഇടുകയാണ് അവിടെ. നമ്മളോ ബാപ്പാനോട് ചോദിക്കും, മോനെന്തും ചെയ്യും? ചോദിക്കൂല. ഒരു അഭിപ്രായം ബാപ്പാക്ക് വിവരം ഉണ്ടാവില്ല. പക്ഷെ ബാപ്പ, ഞാനിങ്ങനെ ഇന്നടുത്ത് സ്ഥലം വാങ്ങാൻ, ഇന്നടുത്ത് വീടെടുക്കാൻ, അല്ലെങ്കിൽ ഇന്നത് പഠിക്കാൻ, അല്ലെങ്കിൽ ഇന്നത് ചെയ്യാൻ, അല്ലെങ്കിൽ ഇന്നടുത്ത് പോകാൻ ഒരു ശൂറയില്ല. എന്തോ ഒന്നുമില്ല. ചിലത് ക്ലിക്കാവുമായിരിക്കും, ഭൗതികമായിട്ട് അവർക്ക് ക്ലിക്കായിക്കോട്ടെ, പക്ഷെ അതിന്റെ ബറക്കാത്തുകളൊന്നും അതിനുണ്ടാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശൂറ കൂടുക, ഈ ചർച്ച ചെയ്യുക, അഭിപ്രായം നേടുക എന്നതൊക്കെയും വലിയ കാര്യമാണ്. ഞാൻ ചെയ്താൽ അതിന്റെ ഉപ്പാക്ക് ഇഷ്ടാവും, ഞാൻ ചെയ്യുന്നത് ഉമ്മാക്ക് ഇതിലൊന്നും ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് ഉറപ്പുണ്ടായിക്കോട്ടെ. എന്നാലും എന്താ പറയാ, വിഷമവൃത്തത്തിൽ സംസാരിക്കാൻ കഴിയാതെ രോഗിയായി കിടക്കുന്ന വാപ്പ കേട്ടാ മനസ്സിലാകുമോ എന്ന് പോലും സംശയമുള്ള സമയത്തും വാപ്പ എനിക്ക് ഇങ്ങനെ ഒരു ഉദ്ദേശമുണ്ട് എന്ന് പറയുമ്പോണ്ടല്ലോ, അതിന്റെ ഒരു ഗുണം സുബ്ഹാനല്ലാഹ് വേറെയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഷൂറ എന്നത്, കൂടിയാലോചന എന്നുള്ളത് ഒരിക്കലും നിങ്ങൾക്ക് എന്തുണ്ടാവില്ല, ഉപദ്രവം ഉണ്ടാവില്ല. നിങ്ങൾ വിചാരിക്കാത്ത ട്വിസ്റ്റുകളും വിചാരിക്കാത്ത പോയിന്റുകളും, നിങ്ങൾ ഷൂറ കൂടുന്ന ചില, നിങ്ങൾ വിവരം ഉണ്ടാവില്ല, അതിനെപ്പറ്റി അറിവുണ്ടാവില്ല എന്ന് വിചാരിക്കാത്ത, അല്ല അങ്ങനെ വിചാരിച്ച ആളെ വായിൽ നിന്ന് വരും ചിലപ്പോൾ. അങ്ങനെ ഉണ്ടല്ലേ, ആ ഷൂറിന്റെ പ്രത്യേകത അത്. അതുകൊണ്ട് വംറുഹും ശൂറ ബൈനഹും, ഖുർആൻ പറഞ്ഞില്ലേ, ശൂറ കൂടുക, ആലോചിച്ച്. നമ്മളെ ഭാര്യ കച്ചവടത്തിലൊന്നും ഒരു പ്രാവീണ്യം ഉണ്ടാവില്ല, എന്നാലും ഭാര്യനോട് അത് പറയും, ഭാര്യ അറിയും എനിക്കറിയൂലേ എന്ന് പറഞ്ഞാലും നമുക്ക് ആ ഭാര്യനെയും കൂടി ഇത് കൺവിൻസ് ചെയ്യാം. അങ്ങനെയൊന്നല്ല, ഇങ്ങനെയാണ്, അങ്ങനെയാണല്ലേ, എന്നാ ഓക്കെ. അപ്പൊ നമുക്കൊരു പിടുത്താണ്. അങ്ങനെ ശൂറ കൂടുന്നിടത്തേക്ക് പ്രിയപ്പെട്ടവരെ നമ്മളുടെ സ്വഭാവത്തെ നമ്മൾക്കൊന്ന് കൃത്യമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനൊക്കെയും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. الحمدلله الذي علم بالقلم علم الإنسان ما لم يعلم أيها الناس اتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. സഹോദരങ്ങളെ, ഈ ഹിജ്റ മാസത്തിൽ മുഹറത്തിൽ സുന്നത്ത് നോമ്പുകളും അതുപോലെയുള്ള മറ്റ് മാസങ്ങളിലെ നോമ്പുകളുമെല്ലാം എടുത്തുകൊണ്ട് നമ്മുടെ പരിശുദ്ധത ഒന്നുകൂടി കൃത്യപ്പെടുത്തണേ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. അതുപോലെ തന്നെ ഹിജ്റയിൽ നമുക്ക് നൽകുന്ന ഒരു പാഠമാണ് ആസൂത്രണം, പ്ലാനിങ് എന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് എന്തൊക്കെയാ ഖുർആൻ പഠിപ്പിക്കാത്ത ഒരു സയൻസും ഇല്ല, ഒരു സൈക്കോളജിയും ഇല്ല പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ ഖുർആൻ നമ്മുടെ ദീനി എല്ലാ മേഖലയിലൂടെയും സഞ്ചരിക്കാതെ അല്ലാഹുവിന്റെ റസൂൽ സുബ്ഹാനല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ടേ ഇല്ല. അദ്ദേഹം എല്ലാം ഏത് വഴിയിലൂടെ സഞ്ചരിക്കണം, ആരാണ് അമീറായി പോകേണ്ടത്, ഓരോ ദിവസം എല്ലാ ദിവസവും മൂപ്പരെ വലത്ത് ഭാഗത്തുള്ള അബൂബക്കർ സിദ്ദീഖിനെ തന്നെ അങ്ങനെയൊന്നുമില്ല. ഓരോ യുദ്ധത്തിലും ആരൊക്കെയാ നല്ലതെന്ന് റസൂലിനറിയാം. ആരെ വഴി വഹീന്റെ അടിസ്ഥാനത്തിൽ ഒന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നിശ്ചയിക്കുന്നത് പോലുമില്ല. എല്ലാത്തിനും കൃത്യമായ രൂപം, എല്ലാവരും പോകുന്ന വഴിയിൽ നിന്ന് മാറി മറ്റൊരു വഴി അല്ലാഹുവിന്റെ റസൂൽ ആ യാത്രാ സംഘത്തിന് പറഞ്ഞു കൊടുത്തു.
ഭക്ഷണം എത്തിക്കാൻ ഒരാളെ ചുമതലപ്പെടുത്തി. അസ്മാ റളിയല്ലാഹു അൻഹ, അബൂബക്കർ സിദ്ദീഖിന്റെ മകൾ 100 വയസ്സ് കാലം വരെ ജീവിച്ച അല്ലെ, അവസാന സമയത്ത് അന്ധത ബാധിച്ച അസ്മാ ബീവിയെയാണ് ഭക്ഷണം എത്തിക്കാനുള്ള ഡ്യൂട്ടി. ഇനിയോ ആമിർ ഇബ്നു ഫുഹൈറയോട് പറഞ്ഞത്, ആടിനെ തെളിച്ച്, ആ യാത്രാ സംഘത്തിനോട് പറഞ്ഞു, ആടിനെ തെളിച്ച് നിങ്ങൾ വരുമ്പം ആട്ടിടയെ മുന്നിൽ നടക്കണം. കാരണം നിങ്ങൾ വന്ന വഴി നിങ്ങളുടെ കാൽപ്പാടുകളെ ശത്രുക്കള് പിന്തുടരും. അതുകൊണ്ട് നിങ്ങൾ മുന്നിൽ നടന്നാൽ ആടുകൾ നിങ്ങളുടെ അടയാളങ്ങൾ എന്ത് ചെയ്യും, മായ്ച്ചോളും. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്ലാനിങ്? അങ്ങനെ പ്രവാചകൻ പഠിപ്പിച്ചു. ഇനിയോ അബ്ദുല്ലാഹി ഇബ്നു അരീഖ എന്ന അമുസ്ലിമായിരുന്നു നമുക്ക് വഴി കാണിക്കാൻ വേണ്ടി റസൂലുള്ളാഹി ഏൽപ്പിച്ചത്. ആരെ? അബ്ദുല്ലാഹി ഇബ്നു അരീഖ, അമുസ്ലിം. ആലോചിക്കേ, എന്താ പേര്? അബ്ദുള്ള. എന്ത് മനസ്സിലായി? ആകാശഭൂമികൾ പടച്ച, കാറ്റും മഴയും ഇടിയും മിന്നലും ആരാണ് ഇവിടെ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ മക്കയിലെ മുശ്രിക്കുകൾ പോലും അള്ളയാന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവര് ആ റബ്ബിന്റെ അടിമ, അള്ളാന്റെ അടിമ എന്ന് പേരിട്ടിരുന്നു എന്ന് നമുക്ക് ഇത് മനസ്സിലാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിതാവിന്റെ പേര് അബ്ദുള്ള. ഇവിടെ അബ്ദുല്ലാഹി ഇബ്നു അരീഖ, അരീഖയുടെ മോന്റെ പേര് അബ്ദുള്ള. ആലോചിക്കേ, ആ അമുസ്ലിമിനെ ആയിരുന്നു അള്ളാഹുവിന്റെ റസൂല് വഴി കാണിക്കാൻ വേണ്ടി വന്നിരുന്നത്. മതേതര സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്ക് പ്രിയപ്പെട്ടവരെ, ഈ ഒരൊറ്റ വരിയിൽ എന്തൊക്കെ മാതൃകയും. അവരുടെ വിശ്വാസത്തെ നിങ്ങൾ വെറുത്തോളൂ, അവരുടെ ചിന്താഗതികൾ നമുക്ക് വെറുക്കാം, ആക്ഷേപിക്കാം, പറയാം, എതിർക്കാം, സ്വീകരിക്കാതിരിക്കാം. പക്ഷെ ഒരു വ്യക്തി എന്ന നിലക്ക് ഒരു എതിർപ്പും, അയാൾ ഇല്ലാതാവണം, അയാളെ കൊന്നുകളയണം, അവരൊന്നും വേണ്ട എന്നിടത്തേക്കൊന്നും ചിന്തിക്കാൻ ഒരു ലൈസൻസ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മതം നമുക്ക് തരുന്നില്ല എന്നതാണ്. അതുപോലെ തന്നെ അമുസ്ലിങ്ങളെ കണ്ടെടുത്തിച്ച് കൊല്ല എന്ന് പഠിപ്പിച്ചിരിക്കുന്നു എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ, അങ്ങനെയൊന്നും ഒരു സംവിധാനവും ഇല്ല പ്രിയപ്പെട്ടവരെ. അതൊരു യുദ്ധമുഖത്തെ എതിരാളികളെ കൊണ്ട് പറഞ്ഞ ആയത്തിനെ ഇവിടെ ജീവിക്കുന്ന അയൽവാസികളായ, കൂട്ടുകാരായ, നാട്ടുകാരായ അമുസ്ലിങ്ങളെ കൊന്നേക്കാം എന്നതിന്റെ ലൈസൻസ് ആക്കി ഉപയോഗിക്കുന്ന ആളുകൾ നിങ്ങൾ ചെയ്യുന്നത് വല്ലാത്ത അപരാധമാണ്. ഈ ആവർത്തിച്ച് പറയുന്നവർ നിങ്ങളുടെ നാവുകൾ ചെയ്യുന്നത് കൊള്ളരുതായ്മയാണ്, അപരാധമാണ് എന്നുറക്കെ പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ മുസ്ലിം സഹോദരങ്ങൾ ആട്ടിയകറ്റ, ഒല പിടിച്ച് തോളിടാനല്ല ഞാൻ പറയുന്നത്, ആട്ടിയകറ്റ ഈ പോളിസിയിലൊന്നും നമ്മൾ ചിന്തിക്കരുത്. എല്ലാവരും മനുഷ്യരാണ്. ഇന്നത്തെ അമുസ്ലിമായ ശത്രുവെന്ന് നിനക്ക് തോന്നുന്ന, നിന്റെ മതവിരോധി എന്ന് തോന്നുന്ന അവൻ നാളെ ഒരുപക്ഷേ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നവരായിരിക്കും. എനിക്ക് ഓർമ്മയില്ലേ എത്ര ആളുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ എന്നും പ്രവാചകന് ഖാളയിൽ, അങ്ങാടിയിൽ പോയാൽ, ദുൽമജാസിൽ പോയാൽ, മജന്നായിൽ പോയാൽ തിരിച്ചു മറുപടി പ്രസംഗത്തിന് വരുന്ന സുഹൈൽ എന്ന മൂർച്ചയുള്ള നാവുകാരൻ. എന്താണ്ടായത്? സുഹൈൽ പിന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നു. ഖാലിദ് ഇബ്നു വലീദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപല്ല് പൊട്ടാൻ വരെ കാരണക്കാരനായ, ഉഹദ് യുദ്ധത്തിൽ എല്ലാ തന്ത്രങ്ങൾക്കും നേതൃത്വം നൽകിയ ഖാലിദ് ഇസ്ലാം സ്വീകരിച്ചിട്ട് പിന്നെന്തായത്? പ്രവാചകനെ ഞാൻ ഒരുപാട് കാലം ഉപദ്രവിച്ചിട്ടുണ്ട്, പ്രവാചകന്റെ നിഴല് നോക്കി പ്രവാചകനെ പിന്തുടർന്ന് ആക്രമിച്ചവനാണ് ഞാൻ. അതുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ പശ്ചാത്താപമായിട്ട് അള്ളാന്റെ റസൂലിന്റെ പരിചയായി ഞാൻ നിന്നോളാം എന്ന് പറഞ്ഞ് യുദ്ധമുഖത്ത് അള്ളാന്റെ റസൂലിന്റെ പരിചയായി ജീവിച്ച് കണക്ക് തീർത്ത, തന്റെ രോമകൂപങ്ങളിൽ ഒരിടത്തും മുറിവില്ലാത്തൊരു ഭാഗമില്ലായിരുന്നു എന്ന് സഹാബാക്കൾ പറയുമാറ് റസൂലുള്ളാഹിക്ക് വരേണ്ടതായ വെട്ടും അമ്പുകളും ഏറ്റുവാങ്ങിയ ഖാലിദ്, ആ ഖാലിദ് ആരായിരുന്നു പ്രിയപ്പെട്ടവരെ മുമ്പ്? അതുകൊണ്ട് നമ്മളെ ഉത്തരവാദിത്തം എന്താ? ഓനിക്ക് നമ്മളെ റബ്ബിനെ പറഞ്ഞു കൊടുക്കുക. അതിനാ ഓനെ നമുക്ക് അയൽവാസിയാക്കി തന്നത്, ഡ്രൈവറാക്കി തന്നത്, സ്റ്റാഫാക്കി തന്നത്. മോശമല്ലേ? നമ്മളെ കച്ചവടത്തിനെ ബാധിക്കരുത്. ഒരു തവണങ്ങൾ പറഞ്ഞോളി, അല്ലെങ്കിൽ ഒരു പുസ്തകം കൊടുത്തോളൂ. അങ്ങനെ നമ്മൾ പറഞ്ഞ് എല്ലാരും അങ്ങോട്ട് മുസ്ലിമാക്കാനല്ല, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇതാണ് സംഭവം, ഇതാണ് യാഥാർത്ഥ്യം. അല്ലാതെ ഓനെ ശത്രുവാക്കി മാറ്റി നിർത്തി ഓനെ കൊന്നുകളയാമെന്നുള്ള ഒരു സെക്കൻഡ് പോലും മുസ്ലിമെ നമുക്ക് ചിന്തിക്കാനുള്ള ബാധ്യതയില്ല, അർഹതയില്ല, പാടുമില്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് അവരോടുള്ള കടപ്പാടുകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി ഹദീസുകളിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഇനിയോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ത്യാഗം ചെയ്ത ചരിത്രങ്ങൾ എന്തൊക്കെയാ അല്ലേ? പ്രവാചകന്റെ വീട് വളഞ്ഞു, ഓർമ്മയില്ലേ? റസൂലുള്ളാഹിനെ കൊല്ലാൻ ഇരുവാതിൽക്കൾ മുമ്പിലും സായുധ സജ്ജരായ ആളുകൾ. അല്ലാഹുവിന്റെ റസൂൽ രക്ഷപ്പെടുന്നു. പ്രവാചകന്റെ വീട്ടിലേക്ക്, കിടക്കുന്ന വീട്ടിലേക്ക് ഇരച്ചു കയറാൻ അവർക്ക് സെക്കൻഡുകൾ മതി. ആ സമയത്ത് എന്താ ചെയ്തത്? റസൂലുള്ളാഹിന്റെ വിരിപ്പിൽ പകരക്കാരനായി കിടന്നു കൊടുക്കാൻ ആര്? ഹലിയാരതങ്ങൾ. ആർക്കെങ്കിലും കഴിയുമോ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ ആലോചിക്കും. നിങ്ങൾ വരുന്ന 12 മണിക്ക് ആ ഇടവഴിയിൽ കാത്തു നിൽക്കുന്നു നമ്മുടെ ശത്രു.
നമ്മൾ പറയാണ് എന്റെ സുഹൃത്തിന് ആ വഴിയിലൂടെ പോകാൻ കൊല്ലാൻ സാധ്യതയുണ്ട്, ഞാൻ പോയിക്കോളാം, ആരെങ്കിലും പോകും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അലിയാർ തങ്ങള് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പകരം കിടന്നു കൊടുത്തു. അതേപോലെ തന്നെ ഹിറാ ഗുഹയിൽ അള്ളാഹുവിന്റെ റസൂൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് ആദ്യം ഹിറാ ഗുഹയിൽ കയറിയിട്ട് പരിശോധിക്കുന്നത്. അതേപോലെ തന്നെ എന്ന പേര് അസ്മാ റളിയല്ലാഹു അൻഹുക്ക് ലഭിക്കാനുള്ള ഒരു കാരണം ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഭക്ഷണം പൊതിയാൻ വേണ്ടിയിട്ട് തന്റെ അരപ്പട്ട കീറിയിട്ട് അതിന്റെ ലെയറുകൾ എടുത്തിട്ട് അതിന്റെ ഒരു കഷ്ണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി. അങ്ങനെ പ്രവാചകന് വേണ്ടിയിട്ട് എന്തും നൽകാൻ, മദീനത്തേക്ക് വരുമ്പോൾ വീടുകൾ ഒഴിഞ്ഞു കൊടുക്കാൻ വരെ സഹാബാക്കൾ തയ്യാറായതിന്റെ ഒരു രൂപങ്ങൾ ആലോചിക്കി. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന പ്രവാചകന്റെ ആളുകളാണ് ഞങ്ങളെന്ന് കൊട്ടിഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂലിന് വേണ്ടി എന്താ നമ്മൾ കൊടുത്ത്? എന്താ റസൂൽ നോക്കി കൊടുക്കണ്ട, നമ്മളെ കൂടെ നടക്കുന്ന ചങ്ങാതിയുടെ പ്രശ്നം, അവന്റെ കാര്യം, അവന്റെ ചെലവുകൾ, അവന്റെ കടം, അവന്റെ ചികിത്സ, അങ്ങനെയുള്ള എന്തിനെങ്കിലും നമ്മൾ കൈകാട്ടി വരുന്നോല് ഓലെല്ലാം മറ്റേ ടീമാണ്, കൊടുക്കണ്ടെന്ന് പറഞ്ഞു കൊടുക്കാന്നല്ലാതെ കൊടുത്തേക്ക് കൂലി കിട്ടും എന്ന് പറയാൻ പോലും നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ദീനിന്റെ മാർഗത്തിൽ കാര്യം ആ റമദാനിലൊക്കെ കൊടുത്താൻ പറഞ്ഞു 11 മാസം റെസ്റ്റ് എടുക്കാൻ ഒരു വിശ്വാസിക്കാവരുത് പ്രിയപ്പെട്ടവരെ. 12 നിങ്ങൾക്കറിയോ, 12 മാസവും നമസ്കരിക്കുന്നവനാണ് റമദാനിൽ ബോണസ്, റമദാനിൽ ഓഫർ അല്ലേ? അതുപോലെ 12 മാസവും ചാരിറ്റി ചെയ്യുന്ന, സദഖ ചെയ്യുന്ന ആളുകൾക്കാണ് റമദാനിൽ പ്രതിഫലം, റമദാനിൽ ബോണസും ഓഫർ ഓർക്കുള്ളതാണ്. അല്ലാതെ ലാസ്റ്റ് ടൈമിൽ വന്നിട്ട് ഗോളടിച്ചങ്ങോട്ട് കൊണ്ടുപോകാന്ന് വിചാരിക്കേണ്ട ആരും. അതുകൊണ്ട് എല്ലാ ഇബാദത്തും സൽക്കർമ്മങ്ങളും ചെലവാക്കലൊക്കെ റമദാനിലേക്ക് വെച്ചിട്ട് 11 മാസം തോന്നിയതുപോലെ ജീവിക്കേണ്ടവനല്ല പ്രിയപ്പെട്ടവരെ മുസ്ലിം. അതുകൊണ്ട് അത്തരത്തിൽ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ആവർത്തിച്ചോർമ്മിപ്പിക്കുകയാണ്, ഇൻഷാ അല്ലാഹ് നമ്മുടെ ലൈഫിൽ സുന്നത്ത് നോമ്പുകൾ കടന്നു വരണം. നിങ്ങളൊക്കെ പലരും നോക്കുന്നവരാണ്, എനിക്കറിയാം, നോക്കുന്നവരുണ്ടതിൽ സംശയവുമില്ല. പക്ഷേ ഒന്നോടൊന്ന് മുറുക്കി പിടിക്കുക. തിങ്കളും വ്യാഴവും എല്ലാം കൊണ്ട് ഗുണ പ്രിയപ്പെട്ടവരെ. ഭൗതികമായിട്ട് ഞാൻ പറയട്ടെ, ശാരീരികമായ ഘടന, ഈ ബാംഗ്ലൂർ പോലത്തെ നാട്ടിൽ ജീവിക്കുമ്പോൾ ഇടയ്ക്കൊരു ഫോർമാറ്റിംഗ് അല്ലേ, ഒരു സർവീസിംഗ് നടക്കുന്ന പോലെ നോമ്പ് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഉപദ്രവവും ഉണ്ടാക്കില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. പറയുന്ന ഞാനും നിങ്ങളും അതിലൊന്നുകൂടി ജാഗ്രത പുലർത്തിയാൽ നമുക്ക് കൂടുതൽ പ്രതിഫലവും കൂടുതൽ ആത്മവിശുദ്ധിയും നേടാൻ സാധിക്കും. അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കുകയും ജനങ്ങളോട് കരുണ കാണിക്കാൻ അത് പ്രേരിപ്പിക്കുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ അത്യപാരമായ അനുഗ്രഹത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല, അറിയാലോ, എല്ലാവരും പേടിച്ചു നിന്നിരുന്ന യുദ്ധം തൽക്കാലം അതിന്റെ പരിസമാപ്തിയിലെത്തിയിട്ടുണ്ട്. അത് നമുക്കെല്ലാവർക്കും ആശ്വാസം നൽകുന്നതാണ്. ആരെങ്കിലും പോരടിച്ച്, ആരെങ്കിലും മരിച്ച്, ആരെങ്കിലും ഒരു പാർട്ടി ജയിക്കുക എന്നതൊന്നും നമുക്ക് മറ്റുള്ള സ്പോർട്സ് സ്പിരിറ്റിൽ കാണാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ, കഴിയരുത്. അങ്ങനെയുള്ള കൊമ്പ് കോർത്തുകൊണ്ട് തീരേണ്ട ഒരു ലോകമല്ല ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ബാക്കിയൊക്കെയും അള്ളാഹുവിന്റെ ഖദറിലൂടെ നടന്നേക്കും. നിലനിൽക്കലും തകർക്കലും അള്ളാഹുവിന്റെ കഴിവുകളിൽ, അള്ളാഹുവിന്റെ ഇടപെടലിൽപ്പെട്ട ഒന്നാണത്. അത് അതുപോലെ നടക്കും എന്നതൊഴിച്ചാൽ പ്രാർത്ഥന കൊണ്ടൊരു മുസ്ലിം ജാഗ്രത പുലർത്തുക, സഹായത്തിന് വേണ്ടി തേടുക, സമാധാനത്തിന് വേണ്ടി തേടുക എന്നതാണ് അതിൽ നമുക്ക് ചെയ്യാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അവരുടെ രോഗം ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. മരണവെപ്രാളത്തിൽ മരണാശയിൽ കിടക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ ആ വിയർപ്പ് തുള്ളികളുമായി മരണപ്പെടുന്ന ആളുകൾക്ക് നാളെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉന്നതമായ സ്വീകരണം അവർക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ ഗണത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് കടന്നു പോകുവാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയ ആളുകൾക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്കും ഭാര്യക്കും കുടുംബത്തിനും സ്വാലിഹീങ്ങളായി ജീവിക്കുവാനും അള്ളാഹു ഇഷ്ടപ്പെടുന്ന മുഅ്മിനുകളായി മരിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم انصر الإخوان المسلمين في كل مكان. اللهم انصر الإخوان المسلمين في فلسطين. اللهم انصر الإخوان المسلمين في غزة. توفنا مسلما وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد.